എല്ലാരും ഭയങ്കര ലുക്കിലാണല്ലോ. വെള്ള ബനിയനും പിന്നെ ഓറഞ്ച് കൂളിംഗ് ഗ്ലാസും. എന്റെ എങ്ങനെയുണ്ട് ലുക്ക്? പൊളിയല്ലേ ഞാൻ? നട്ടുച്ച വെയിലത്ത് ജാക്കറ്റ് ഇട്ട് എനിക്ക് വേറെ ഡ്രസ് ഇല്ല ഇടാനായിട്ട്. അതല്ല, ഈ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഒന്നും അങ്ങ് എന്താ ആകെ 3-4 ഡ്രസ്സേ ഉള്ളൂ, ലാർജ് സൈസ് ഉള്ളൂ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എല്ലാ പരിപാടിക്ക് ഇടുന്ന അവസ്ഥയാണ്. കിച്ചാമണി ഉണ്ടോ? കിച്ചാമണി ഭയങ്കര പാർട്ടി വെയർ ഒക്കെ ഇട്ടാ. മറ്റേ അപ്പാപ്പ പറഞ്ഞ പോലെ ഒരു ആക്ടർ ഉണ്ടല്ലോ, പുള്ളി പറഞ്ഞല്ലോ എന്റെ പച്ചക്കല്ല് വെച്ച എന്താ ചുവന്ന പാർട്ടി വെയർ എവിടെയാന്ന് ചോദിച്ച പോലെ അല്ലേ. കിച്ചാമണിയുടെ അച്ചാറിന് ചേരില്ല കൂളിംഗ് ഗ്ലാസ്. കിച്ചാമണി ഇച്ചിരി ഗ്ലാമർ കൂടിയിരുന്നല്ലോ. നീ എന്താ എന്റെ പുട്ടി വല്ല അടിച്ചു വാങ്ങിച്ച് ഇട്ടോ? നീ ഇട്ടായിരുന്നല്ലേ? കിച്ചാമണി മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പഠിച്ചു വെച്ചാൽ മേക്കപ്പ് ചെയ്തു എന്നാ ചെയ്തില്ല എന്നുള്ളൊരു എഫക്ട് ഉണ്ട് കേട്ടോ. ആ, കിച്ചാമണി എന്നെക്കാളും ഗ്ലാമർ ആണെന്ന് കുറെ പേര് കമന്റ് ചെയ്തു. ഫുൾ മേക്കപ്പ് ആന്നേ അല്ലേ കിച്ചാമണി? നമ്മുടെ ഗ്ലാമറിനെ പറ്റി പറയാൻ ആരുമില്ലല്ലോ. ഈ വയസ്സും പ്രായമൊക്കെ ആയില്ലേ, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ആര് പറയാനോ മനുഷ്യ? എന്നാലും ഞാൻ പറഞ്ഞാ പോരെ? വേണേ കിച്ചാവണെ കൊണ്ട് പറയിപ്പിക്കാം, മതിയോ? മഴക്കുള്ള ലക്ഷണം കാണുന്നുണ്ട് കേട്ടോ. ആ, ഇപ്പൊ വെയിലുണ്ട്, ശരിയാ. അധികൃവാനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ചു പോവാ. പോയപ്പോൾ ഒന്നും ഉത്സാഹമൊന്നും ഇല്ലല്ലോ. വയറൊക്കെ നിറഞ്ഞ് പൊട്ടാറായോ കഴിച്ചത്? വയറിട്ട് ശബ്ദം കീയൊപ്പിയോന്നൊക്കെ ആയിരുന്നേ. നമ്മുടെ കൂട്ടത്തിൽ നല്ല പോളിംഗ് ഉണ്ടായിരുന്ന കിച്ചാവണി അവിടെ ഉറക്കമായോ? അനക്കം പോലും കേൾക്കുന്നല്ലോ. അനക്കം പോലും ഇല്ല അല്ലേ? എന്റെ അമ്മേ മതി. ഫുഡ് കഴിക്കുമ്പോ നമുക്ക് തോന്നില്ല അല്ലെ, ഒരുപാട് കഴിക്കണ്ട എന്നൊന്നും തോന്നില്ല. കഴിച്ചു കഴിയുമ്പോ. പക്ഷെ ഞാൻ അപ്പം ഇറച്ചിയും കഴിച്ചില്ല കേട്ടോ. ഞാൻ ചോറ് മാത്രം, ചോറും കറികളും. ഇപ്പൊ ഞാൻ ഒന്നെങ്കിൽ അപ്പം ഇറച്ചിയും അല്ലെങ്കിൽ ചോറും കറികളും, രണ്ടിലേതെങ്കിലും ഒരു സാധനം കഴിക്കാറുള്ളൂ. ഇതെല്ലാം കൂടെ ഞാൻ കഴിക്കാറില്ല.